കിട്ടിയത്. ശ്രീജിത്ത്, അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമീപകാലത്ത് നമുക്കറിയാം ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് അത്തരം പ്രസ്താവനകളൊക്കെ തുലവും വിരളമാണ്, കുറവാണ്. പക്ഷേ അവിടെയാണ് ഈ പി സി ജോർജ് വീണ്ടും വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. ബി ജെ പിക്ക് ബാധ്യതയാകുമോ? അല്ല, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ആവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ബാധ്യതയാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഒരർത്ഥത്തിൽ നിലവിൽ അദ്ദേഹം അങ്ങനെ ബാധ്യതയായിട്ടുണ്ട് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഒരാളിൻ്റെ തൻ്റെ അഭിപ്രായം എത്രത്തോളം വെയിറ്റ് ഉള്ളതാണ് എന്നതിനെപ്പറ്റി തിരിച്ചറിയുന്ന ഒരാൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പക്വമതിയായിട്ട് പെരുമാറുക, അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ തൻ്റെ നാക്കിൽ നിന്ന് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഒരു സെൽഫ് ചെക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എങ്കിൽ ഈ രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും എതിരെ കേസെടുക്കുകയും എല്ലാ ആൾക്കാരെയും പിടിച്ച് ജയിലിടുകയും ചെയ്യുക എന്നൊന്നുമല്ല ഐഡിയലായിട്ട് നമ്മളൊരു ജനാധിപത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള സംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ചർച്ചയിൽ ശ്രീ പി സി ജോർജ് മറ്റൊരു ചർച്ചയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ ശ്രീ ഷാക്കിറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതിനൊരു പാരലലുണ്ട്. കാരണം മുസ്ലിം മതവിഭാഗത്തിലുള്ള തീവ്രവാദ നിലപാടുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ആ സമുദായത്തിന് മൊത്തത്തിൽ നൽകിയ പി സി ജോർജിനെ പോലെ തന്നെ ഒരു വിഷയത്തിലെ ഒരു വ്യക്തിയുടെ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് RSS മുഴുവൻ വലതുപക്ഷ തീവ്രവാദ സംഘടനയാണ് എന്ന് ശ്രീ ഷാക്കിർ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഷാക്കിറും പി സി ജോർജും തമ്മിൽ എന്ത് വ്യത്യാസം? ഈ രണ്ട് അഭിപ്രായങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? ശ്രീ ഷാക്കിർ ഉപയോഗിച്ച അതേ ന്യായം വെച്ച് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാം. ഏതാണ്ട് 4 മാസം മുമ്പ് വന്നിരിക്കുന്ന ഒരു കോടതി വിധി താങ്കൾ ഓർക്കുന്നുണ്ടാകും. തൂണേരി ഷിബിൻ വധക്കേസ്. DYFI പ്രവർത്തകനായിരുന്ന 20 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരാളിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചേർന്ന് കൊന്നു എന്നുള്ളതാണ് കേസ്. 4 മാസം മുമ്പ് വിധി വന്നപ്പോൾ അതിൽ 1/2 ഡസൻ മുസ്ലിങ്ങൾ, അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള മുസ്ലിങ്ങൾ. അപ്പോൾ ഈ 6 പേര് മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, ഇവരെ കോടതി ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പോൾ ആ 6 പേര് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദി സംഘടനയായി മാറുന്നുണ്ടോ ശ്രീ ഷാക്കിർ? താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹരിയാനയിൽ നിന്ന് ഗുജറാത്തിലേക്കും ഗുജറാത്തിൽ നിന്ന് ഹരിയാനയിലേക്കും ഒക്കെ പോയ വ്യക്തി, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഈ രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ അതിൻ്റെ പേരിൽ RSS ഒരു തീവ്രവാദ സംഘടനയായി മാറുമെങ്കിൽ ഈ 6 പേര് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വധക്കേസ്, ആ വധക്കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയാകണ്ടേ? ആകേണ്ടതുണ്ടോ? താങ്കളുടെ ന്യായം വെച്ചാലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയല്ല, RSSും തീവ്രവാദ സംഘടനയല്ല. ഇതാണ് വ്യത്യാസം. അതായത് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ എന്ന് കരുതി അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ഒരുപക്ഷെ ശ്രീ പി സി ജോർജിന്റെ വാക്കുകൾ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണോ സൃഷ്ടിച്ചത്, അതേ രീതിയിലത്തേക്ക് ശ്രീ ഷാക്കിറും എന്തിനാണ് പോകുന്നത്? ഒന്നുമല്ലെങ്കിലും അദ്ദേഹത്തിനെ ശരി പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയല്ലേ താങ്കൾ? അപ്പോൾ താങ്കൾ നേരിട്ടത് ചെയ്തു എന്ന് അർത്ഥമില്ല, പക്ഷേ താങ്കളുടെ സംഘടന ചെയ്തിരിക്കുമ്പോൾ താങ്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വധക്കേസായിക്കോട്ടെ, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ, എന്നാലും ഞങ്ങളുടേതൊക്കെ വളരെ നീറ്റാണ്, മറ്റുള്ള ആൾക്കാരെല്ലാം മോശമാണ് എന്ന് പറയുകയാണ്. ഇവിടെ എന്തിനാണ് ഈ RSSനെ മറ്റുള്ള നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ചേർത്ത് തുലനം ചെയ്യുന്നത്? എന്തിനാണ്? IS പോലെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, NDF പോലെയുള്ള സംഘടനകളെ പറ്റി പറയുമ്പോൾ, PFI പോലെയുള്ള സംഘടനകളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RSSനെയും കൂടെ കൊണ്ടുവെക്കുകയാണ്. ശ്രീ ഷാക്കിർ ഓർക്കേണ്ടത്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്രത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭരിക്കുന്ന ഭരണ നേതൃത്വം നൽകുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് RSS. ഇന്ത്യയിലുള്ള പ്രസിഡന്റ് ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരെല്ലാവരും തന്നെ RSSകാരാണ്. എന്ന് പറഞ്ഞതൊരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണോ? ഗാന്ധിയുടെ വധത്തിൽ അവർക്ക് പങ്കുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ അവരെ കുറെ കാലം നിരോധിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ആരാ നിരോധനം പിൻവലിച്ചത്? നമ്മളെല്ലാവരും ഈ സമത്വത്തിൻ്റെ, നമ്മളെല്ലാവരും ഈ സാഹോദര്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒക്കെ അപ്പോസ്തലനായി പറയുന്ന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെയല്ലേ ആ നിരോധനം എടുത്ത് മാറ്റിയത്? പിന്നീട് അവരെ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടായോ? അപ്പോൾ കപൂർ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകൾ ഇവിടെ പിന്നീടും ഉണ്ടായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ സംഘടന ആ രീതിയിലത്തെ കൊണ്ടുവന്നു. നിങ്ങളത് അംഗീകരിക്കാനായിട്ട് വസ്തുതാപരമായിട്ട് തയ്യാറാണോ? അപ്പോൾ എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴെങ്കിലും കിട്ടിയിരിക്കുന്നത് വെച്ചുകൊണ്ട് ആ സംഘടന തീവ്രവാദ നിലപാടാണ് എന്ന് പറയുന്നു. പി സി ജോർജ് പറഞ്ഞത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊരു സംഘടനയാണ്, മറ്റേതൊരു സമുദായമാണ്. രാഹുൽ, ഇവിടെ നമുക്ക് രാഹുൽ നമ്മുടെ ഈ